ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു കോമഡി പോലെ ആസ്വദിക്കാൻ വളരെ രസകരമായൊരിടമായി നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതിൽ ചില ആളുകളുടെ പ്രഭാഷണങ്ങൾ, ചില സവിശേഷമായ സംഗതികൾ, ഇതൊക്കെ ചേർത്ത് വെച്ച് കേൾക്കുമ്പോൾ സംഗതി ഒരു ബഹുരസമായ കാര്യമായി തോന്നും. ഇദ്ദേഹം ഒരു സനാതനിയാണ്. കേട്ടതിൽ നിന്ന് എനിക്ക് പേരൊന്നും പറഞ്ഞുകൂടാ കേട്ടോ. ഈ സനാതനിയുടെ പ്രസംഗം കേട്ട് സത്യം പറഞ്ഞാൽ ചിരിച്ചുപോയി. കേൾക്കാം. ഇവിടുത്തെ ഹിന്ദുവിന് ജീവിക്കണമെങ്കിൽ ദിവസവും പണിയെടുക്കണം. ഇവിടുത്തെ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ജീവിക്കണമെങ്കിൽ ഒരു പണിയും എടുക്കണ്ട. ഇത് ഹിന്ദുവിന് മാത്രം ഉള്ളൊരു പ്രത്യേകതയായിട്ടാണ് പുള്ളി അവതരിപ്പിക്കുന്നത്. മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും രാവിലെ ഒരു പണിക്കും പോകണ്ട. ഇറങ്ങി മുറ്റത്തോട്ട് നിന്നാൽ മരം പിടിച്ചിട്ടൊന്ന് കുലുക്കിയാൽ അതിൽ നിന്ന് നാണയത്തുട്ടുകൾ, നോട്ടുകൾ ഇങ്ങനെ അടർന്നു വീണുകൊണ്ടേയിരിക്കും. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കണം, ഹിന്ദുവിന് മാത്രം എന്തെങ്കിലും കിട്ടണമെങ്കിൽ പണിയെടുക്കണം. ബാക്കി രണ്ടു പേർക്കും ഒരു പണിയും എടുക്കാതെയാണ് അവർക്കെന്തെങ്കിലും കിട്ടുന്നത്. ഇത് ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന വലിയൊരു അസന്തുലിതാവസ്ഥയുടെയും അസമത്വത്തിൻ്റെയും ഒക്കെ കാര്യമാണ് ഈ ചേട്ടൻ പറയുന്നത്. ബാക്കി കേട്ടോളൂ. അവന് ഓട്ടോറിക്ഷ ഓടിച്ചില്ലെങ്കിൽ, അവന് മറ്റുള്ളവരുടെ വീടുകളിൽ ജോലി ചെയ്തില്ലെങ്കിൽ, ചുമടെടുത്തില്ലെങ്കിൽ, ഓട്ടോറിക്ഷ ഓടിച്ചില്ലെങ്കിൽ അവന്റെ അന്നത്തെ ചിലവിനുള്ള കാശ് കിട്ടില്ല. അതുകൊണ്ടാണ് അവന് ഇവിടെ വന്നിരിക്കാൻ സമയമില്ലാത്തത്. ബാക്കി എല്ലാവർക്കും ഓട്ടോ ഓടിക്കാതെയും വേറെ ആരുടെയും അടുത്ത് ജോലിക്ക് പോകാതെയും സ്വന്തമായി കടയോ സ്ഥാപനങ്ങളോ ഒന്നും നടത്താതെയും കഷ്ടപ്പെടാതെയും ഇരിക്കുന്നിടത്തിരുന്ന് ഇങ്ങനെ മുകൾ മുതൽ താഴെ വരെ ഇങ്ങനെ ഒന്ന് തിരുമി അങ്ങോട്ട് ഇറക്കിയാൽ അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ആ ഇരിക്കുന്ന സ്ഥലം മൊത്തം 500 രൂപ നോട്ട്, 1000 രൂപ നോട്ട്, 100 രൂപ നോട്ട് ഒക്കെ പല കെട്ടുകളായിട്ട് ഇങ്ങനെ ഇരിക്കും. കൈ തടവിയാൽ 500 വരും, വയറ് തടവിയാൽ എന്തോ ഒരു കോലങ്ങൾ, എന്തൊരു കാലവുമാണ്. ബാക്കിയും കൂടെ കേട്ടോളൂ. നിങ്ങൾക്കറിയാം, ഹിന്ദു സമൂഹം ഇന്ന് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണ്. ഭാരതം കഴിഞ്ഞ 10 പതിറ്റാണ്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എന്നാൽ ഇന്ന് ഭാരതം ഈ ഭാരതം 10 വർഷമായി മുന്നോട്ട് പോകുമ്പോഴും ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്കൊന്നും ഹിന്ദുക്കളെ വേണ്ടത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കാരണം ഈ ഭാരതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, അങ്ങനെ പോകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാശെല്ലാം അത് ഹിന്ദുക്കൾക്ക് കൊടുക്കാനായി ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ വഴിയിൽ വെച്ച് ജിഹാദികൾ തട്ടിപ്പറിക്കുകയും തട്ടിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഓടുകയും കുറച്ചൊക്കെ ലോറിയിൽ കടത്തിക്കൊണ്ട് പോവുകയും ബാക്കി കടലിലേക്കിട്ട് നീന്തിയെടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്കാർക്കും ഒന്നും കിട്ടാത്തത്. ബാക്കിയുടെ കേട്ടോളൂ. ലോകത്തിലെ സമ്പദ് വ്യവസ്ഥകളിൽ എത്രാം സ്ഥാനത്താണെന്ന് പുരോഗമിച്ച രാജ്യങ്ങൾ, അതായത് സാമ്പത്തികമായി പുരോഗതി കൈവരിച്ച രാജ്യങ്ങളായ ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ, ജപ്പാൻ എന്നിവയെ വളരെ റീസെന്റായി മറികടന്ന് നമ്മൾ 4-ാം സ്ഥാനത്താണ്. ജർമ്മനിയുടെ തൊട്ടുപിന്നിൽ യുഎസിന്റെ, ജർമ്മനിയുടെ തൊട്ടു പിന്നിൽ എന്ന് പറഞ്ഞാൽ ജർമ്മനി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ കാണാം. തൊട്ടു പിന്നിലുണ്ട് ജർമ്മനി. ഇങ്ങനെ തിരിഞ്ഞ് നമ്മളെ പുറകോട്ട് നോക്കുമ്പോൾ കാണാം. ചേട്ടൻ പറഞ്ഞു വെക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് യാതൊരു ഗതിയും പരഗതിയും ഇല്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? 10-80% ആളുകൾക്ക് ഈ രാജ്യത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ല. 10-20% പേർക്കേ ഉള്ളൂ. സാധാരണക്കാരെല്ലാം എന്തെങ്കിലും കൂലിപ്പണിക്കൊക്കെ പോയി വേണം ജീവിക്കാൻ. അതിൻ്റെ ഇടയ്ക്കോട്ട് ഹിന്ദു 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 എന്ന് കയറ്റുന്നതേ ഉള്ളൂ, അല്ലാതെ ഒരു കാര്യവുമില്ല. എന്നാലോ നമ്മൾ 4-ാം സ്ഥാനത്താണ്. ജർമ്മനി തിരിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണാം. എന്ന് വെച്ചാൽ ജർമ്മനിയെ മുട്ടി 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 നമ്മൾ നിൽക്കുകയാണ്. ചൈനയുടെയും തൊട്ടുപിന്നിൽ 4-ാം സ്ഥാനം, ജർമ്മനിയുടെയും തൊട്ടുപിന്നിൽ 4-ാം സ്ഥാനത്താണ്. 4.18 ട്രില്യൺ ഇക്കോണമിയാണ് നമ്മുടേത്.
ഏകദേശം 5 ട്രില്യൺ ഇക്കോണമിയാണ് ജർമ്മനിയുടെ. ആ അതുകൂടി മറികടന്നാൽ ആ. നമ്മൾ 3-ാം സ്ഥാനത്തെത്തും. എത്തും. സമ്പന്നർ അല്ല 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 ഈ 3-ാം സ്ഥാനത്ത് നമ്മൾ എത്തിയാൽ നമ്മുടെ രാജ്യത്തെ ഹിന്ദുക്കളുടെ പ്രശ്നമെല്ലാം തീരുമോ? എല്ലാം അവസാനിക്കുമോ? അവർക്ക് ജോലിക്ക് പോകാതെ, കൂലിപ്പണിക്ക് പോകാതെ, ഓട്ടോ ഓടിക്കാൻ പോകാതെ, അങ്ങയുടെ പ്രസംഗം കേൾക്കാൻ വന്ന് ഹാള് നിറച്ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു പരുവം എത്തുമോ? അറിഞ്ഞൂടാ. ആസ്തിയുള്ള സമ്പന്നരുടെ പട്ടിക എടുത്താൽ ആ ഇന്ത്യ ഇന്ന് ആ 3-ാം സ്ഥാനത്താണ്. ഒന്നുകൂടെ കേട്ടോ, യുഎസിന്റെ 3-ാം സ്ഥാനത്തെത്തും. ഒന്നുകൂടെ കേട്ടോ. നമ്മൾ 4-ാം സ്ഥാനത്താണ്. ആ ജർമ്മനിയുടെ തൊട്ടുപിന്നിൽ, യുഎസിന്റെയും ചൈനയുടെയും തൊട്ടുപിന്നിൽ 4-ാം സ്ഥാനം, ജർമ്മനിയുടെയും തൊട്ടുപിന്നിൽ 4-ാം സ്ഥാനത്താണ്. 4.18 ട്രില്യൺ ഇക്കോണമിയാണ് നമ്മുടേത്. ഏകദേശം 5 ട്രില്യൺ ഇക്കോണമിയാണ് ജർമ്മനിയുടെയും. അതുകൂടി മറികടന്നാൽ നമ്മൾ 3-ാം സ്ഥാനത്തെത്തും. സമ്പന്നരുടെ പട്ടിക എടുത്താൽ, അതായത് $100 ബില്യൺ ആസ്തിയുള്ള സമ്പന്നരുടെ പട്ടിക എടുത്താൽ ഇന്ത്യ ഇന്ന് 3-ാം സ്ഥാനത്താണ്. യുഎസിന്റെയും ചൈനയുടെയും തൊട്ടുപിറകിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ചില്ലറ കാര്യമല്ല. അല്ല. അത് കൈവരിക്കാൻ നമുക്കിന്ന് നമ്മുടെ ഭരണം ആ ഒരു ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ആളിനെ വലിയ ബുദ്ധിജീവിയാണെന്നുള്ള നിലയിൽ കൊണ്ടുനിർത്തി പ്രസംഗിപ്പിക്കുക. സത്യത്തിൽ ഈ പാവപ്പെട്ടവൻ പറയുന്നതെല്ലാം 100% സത്യമാണ്. അതിനകത്ത് ഈ ഹിന്ദു 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 എന്ന് കയറ്റുന്നതേ ഉള്ളൂ. അത് ഈ പറഞ്ഞ വൈരാഗ്യം കൊണ്ട് പുള്ളി കയറ്റി വെക്കുന്നതാണ്. പുള്ളി എന്താ പറഞ്ഞത്? ജർമ്മനിയുടെ തൊട്ട് പുറകിലാണ് നമ്മൾ. പക്ഷേ $100 ബില്യൺ അത്രയും ആസ്തിയുള്ള ആളുകളെ എടുത്തു നോക്കിയാൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ട് പുറകിലാണ് നമ്മൾ. എന്നുവെച്ചാൽ വലിയ സമ്പത്തുള്ള ഒരുപാട് അതിസമ്പന്നർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ സാധാരണക്കാരനായ ഹിന്ദുവിൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്. അവൻ ഓട്ടോ ഓടിക്കണം, തെങ്ങേ കയറണം, കൂലിപ്പണിക്ക് പോകണം, എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഈ സനാതനിയുടെ പ്രസംഗമെല്ലാം കേട്ട് ആവേശം കൊള്ളണം, എന്നിട്ട് ഡെയിലി ഗ്യാസിൻ്റെ വില കൂടുന്നതനുസരിച്ച് ഗ്യാസ് ഊറ്റി വാങ്ങിച്ചുകൊണ്ട് വെക്കണം. ഓട്ടോ ഓടിക്കുന്നവൻ പെട്രോളിൻ്റെ വില കൂടുന്നതനുസരിച്ച് വില കൂട്ടി അടിച്ച് വണ്ടിക്കകത്ത് ഓടണം. എന്നിട്ട് ഇവരെടുത്തു കൊടുക്കുന്ന ക്ലാസ് പ്രകാരം മറ്റ് അറബി രാജ്യങ്ങളെക്കാൾ കുറവാണെന്നത് കേട്ട് ആവേശം കൊള്ളണം. എന്നിട്ടോ ഒടിഞ്ഞൊടിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം മറക്കാൻ ഒരു പൈൻ്റ് അടിച്ച് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം. ഇതിൻ്റെ സത്യസന്ധമായ കാര്യം എന്താണെന്നറിയുമോ? ഈ മനുഷ്യൻ പറഞ്ഞതിൽ കുറേ വാസ്തവമുണ്ട്. സംഗതി നമ്മുടെ രാജ്യം മുകളിലേക്ക് കുതിക്കുന്നു, നമ്മുടെ രാജ്യം കയറി പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ബഹളം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരു സ്വീഡോ ഗ്രോത്താണ്. സ്വീഡോ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തെ അതിസമ്പന്നരായ അദാനി മുതലാളി, അംബാനി മുതലാളി അടക്കമുള്ള മുതലാളിമാരുടെ സമ്പത്ത് വർദ്ധിക്കുന്നതനുസരിച്ചാണ് നമ്മൾ ഈ എക്കോണമി മൂത്ത് പോകുന്നെന്ന് പറയുന്നത്. ജർമ്മനി ഇങ്ങ് താഴെ പോയെന്ന് പറഞ്ഞ് കേട്ടില്ലേ? ജർമ്മനി താഴെ പോകാൻ കാര്യം എന്താ? ജർമ്മനിയിൽ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം വളരെ കുറവാണ്. ഇന്ത്യയുടെ സ്ഥിതി എന്താ? നമ്മുടെ 58% വിഭവങ്ങൾ, ഈ രാജ്യത്തിൻ്റെ 58% ഇൻകം വെറും 10% ആളുകളിലേക്കാണ് വരുന്നത്. ഈ പറഞ്ഞ 4 ട്രില്യൺ എക്കോണമി എന്ന് പറയുന്നതിൻ്റെ ഏതാണ്ട് 2.5 ട്രില്യൺ എക്കോണമിയുടെ ഗുണം അനുഭവിക്കുന്നത് എത്ര കോടി ജനങ്ങളാ? വെറും 10%. 1,40,00,000 ജനങ്ങൾ. പിന്നെ 22%-ഓളം നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം 22% പോകുന്നത് 1% ആളുകളിലേക്കാണ്. എഴുതിയാൽ കൊടുക്കുമല്ലേ അദാനിക്ക്? എയർപോർട്ടെങ്കിൽ എയർപോർട്ട്, കടലെങ്കിൽ കടൽ, മരുഭൂമിയെങ്കിൽ മരുഭൂമി, കാടെങ്കിൽ കാട്, മലയെങ്കിൽ മല. ഇനിയോ ഈ രാജ്യത്തെ ഏറ്റവും താഴെത്തട്ടിലുള്ള, അതായത് ഈ ചേട്ടൻ്റെ പ്രസംഗം കേൾക്കാനിരിക്കുന്ന ആളുകളുണ്ടല്ലോ, സനാതന പാവ ഹിന്ദുക്കൾ അല്ലെ മനുഷ്യർ എന്ന് പറയുന്നവരുടെ 50% ആളുകൾ ആകെ അനുഭവിക്കുന്നത് 15% വിഭവങ്ങളാണ്. 58% വിഭവങ്ങൾ 10% ആളുകളുടെ കയ്യിലിരിക്കുമ്പോൾ 50% ആളുകൾ, 140 കോടിയിൽ 70 കോടി ജനങ്ങൾ അനുഭവിക്കുന്നത് വെറും 15% വിഭവങ്ങളാണെന്നതാണ് ഒരു സത്യം.
പിന്നെ വെൽത്ത് ഗ്യാപ്പ്, സാമ്പത്തിക, ഇത് ഞാൻ വരുമാനത്തിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്, ഇത് സാമ്പത്തികമായ ഫിനാൻഷ്യൽ ഹോൾഡിങ്സിൻ്റെ കാര്യത്തിൽ 65% ഈ രാജ്യത്തിൻ്റെ ഇരിക്കുന്നത് 10% ആളുകളിലാണ്. ഈ രാജ്യത്തിൻ്റെ 65% വിഭവങ്ങളിൽ ഇരിക്കുന്നത് 10% ആളുകളിലാണ്. എന്ന് പറഞ്ഞാൽ 1.4 കോടി ആളുകളാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ 65% സമ്പത്ത് കൈയാളുന്നത്. എന്നിട്ടോ 1% ആളുകളുടെ കയ്യിലാണ് 40% സ്വത്തിരിക്കുന്നത്. നേരത്തെ 65% ഇരിക്കുന്നത് 10% ആളുകളിലാണെങ്കിൽ 40% സ്വത്തിരിക്കുന്നത് 1% ആളുകളിലാണ്. 1% എന്ന് പറഞ്ഞാൽ 145 കോടിയുടെ 1% എത്ര? 14 ലക്ഷം പേരുടെ കയ്യിലാണ്. 14 ലക്ഷം പേരുടെ കയ്യിൽ 50% ഈ സമൂഹത്തിലെ ആളുകൾക്ക് 50%, അതായത് 75-70 കോടി ജനങ്ങൾക്ക് ആകെ ഉള്ളത് ഈ രാജ്യത്തിൻ്റെ 2-3% അക്യുമുലേറ്റഡ് വെൽത്ത് മാത്രമാണ്. പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് കഴിയുന്നത്. ഇപ്പം നമ്മൾ ആരാണ്ട് പിന്തള്ളി അങ്ങ് മേളിൽ കയറിയെന്ന് പറഞ്ഞില്ലേ ജർമ്മനി, അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ? അവിടുത്തെ ഗിനി കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 30% to 32% ആണ്. എന്ന് വെച്ചാൽ മനുഷ്യർക്കിടയിൽ അന്തരമില്ലാത്ത ജീവിതമാണ് അവിടെ നടക്കുന്നത്. അന്തരമില്ലാത്ത ജീവിതം. എല്ലാ മനുഷ്യരും, ഒരു തൂപ്പുകാരനും ഈ ഓട്ടോയിൽ പോകുന്നവനും അല്ലാത്തവനും എല്ലാം സസുഖം സന്തോഷത്തോടെ ചെറിയ വ്യത്യാസങ്ങളിൽ ഇങ്ങനെ ജീവിച്ചു പോരുന്നു. കൂടുതൽ വരുമാനം കിട്ടുന്നവൻ കൂടുതൽ ടാക്സ് കൊടുക്കണം, കുറച്ച് വരുമാനം കിട്ടുന്നവൻ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ എന്തു ചെയ്യും? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറയുന്നു. ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ മൊത്തം 1% ആളുകൾക്ക് എഴുതി കൊടുത്ത് രാജ്യം വളർന്നു എന്ന് അഭിമാനിക്കുന്നത് പറയുകയാണ് ഈ സനാതനി. അതിനാണ് പുട്ടിന് വീരയിടുന്ന പോലെ ഹിന്ദു 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 എന്ന് ഇടയ്ക്ക് കയറ്റുന്നത്. ഒരു കാര്യമില്ല, ഒരു കാര്യം.